ഹലോ കൂട്ടുകാരെ, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്നതായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പലണ്ടിയാണ് മെയിൻ താരം. പിന്നെ ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അത് മൂത്തു, പക്ഷേ കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അത് അവിടെ ഇരുന്ന് വാടട്ടെ, സവാളയും ചെറിയ ഉള്ളിയും. അപ്പോൾ നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കപ്പലണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ. പിന്നെ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് ഞാൻ മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ വഴണ്ട് വരണം, ഇതുപോലെ ആകണം. പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ജീരകം നമ്മളിട്ട് കൊടുത്ത് നന്നായിട്ടൊന്നൊരു ചെറിയ മണം വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഉള്ളി എന്തായ അവസ്ഥയെന്ന് നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഈ കളറാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. പിന്നെ അതിന് വേണ്ടുന്നതായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതിലേക്ക് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ഈ കപ്പലണ്ടി ഇതെല്ലാം കൂടെ നന്നായി മിക്സിയിൽ അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. വേകുന്നത് വരെ ഇങ്ങനെ ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും വെച്ച് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവുന്നത് വരെ അടച്ച് വെച്ച് എണ്ണയൊക്കെ തെളിയുമ്പോൾ തീ ഓഫാക്കി വെച്ചാൽ സൂപ്പറാണ്. നല്ല ടേസ്റ്റാണ്. ബിരിയാണിക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.